ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഹോണ്ട യൂണിക്കോൺ അതിൻ്റെ എയർ ഫിൽറ്റർ BS6 വണ്ടിയുടെ എയർ ഫിൽറ്റർ മാറുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പഴയ യൂണിക്കോണിൻ്റെ എയർ ഫിൽറ്റർ മാറുന്നത് ഞാൻ ഇട്ടിരുന്നു. പക്ഷേ ഇത് പുതിയ മോഡൽ, അത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ചാവി എടുത്ത് ഇതുകൊണ്ടൊരു സീറ്റിൻ്റെ അടിയിൽ ഇവിടെ ആയിട്ടാണ്, ഈ ബാക്ക് കൗളിൻ്റെ അടിയിലാണ്. മറ്റേ വന്നിട്ട് ഇത് ഈ ഭാഗത്തായിട്ട് വരും. ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് സീറ്റ് ബാക്കിലോട്ട് എടുത്ത് ബാക്കിലോട്ടങ്ങ് വലിച്ചാൽ എന്നിട്ട് ഇതിനാവശ്യമായി വരുന്ന ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ നമുക്കിതാ 1, 2, 3, 4 സ്ക്രൂ ഇവിടെയുണ്ട്. കണ്ടോ, 4 സ്ക്രൂ അടിച്ചു കഴിഞ്ഞു. പിന്നെ കണ്ടോ, എയർ ഫിൽറ്റർ ബ്ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ BS6 വന്നിട്ട് കുറച്ച് ചെറുതാണ്. നേരത്തെ പഴയ വണ്ടിക്കൊക്കെ വലുതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പുതിയ ഫിൽറ്റർ. ഇത് വന്നിട്ട് 178 രൂപ വിലയുണ്ട്. ഹോണ്ടയുടെ സാധനമാണ്. എല്ലാ 6000 കിലോമീറ്റർ വെച്ച് മാറുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇവിടുത്തെ നോട്ടീസ് കണ്ടില്ലേ, എല്ലാ സർവീസ് പീരീഡ് മാറണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടില്ലേ, ഇതാണ് പുതിയത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് ഓക്കെ, അത് കണ്ടോ, ഇങ്ങനെയല്ല, ഇങ്ങനെ ഈ എഴുത്ത് പുറത്ത് വരുന്ന രീതിയിൽ ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ ഈ അടപ്പിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കണ്ടോ. വളരെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എയർ ഫിൽറ്റർ യൂണിക്കോണിൽ മാറുന്നത്. അപ്പോൾ മാറുന്നത് പഴയ മോഡലും പുതിയ മോഡലും എല്ലാം ഒരേ രീതിയിലാണ്. എങ്കിലും ഇതിൽ അല്പം നീളം കുറവ്, അത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.